പേടിപ്പിച്ച് ചാടിച്ചോ എന്ന ചോദ്യത്തിന് അതിനാണ് സാധ്യത എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള സാഹചര്യം എന്നുള്ളതാണ്. ഇപ്പോൾ എങ്ങനെയാണ് ഈ പാർട്ടി രൂപീകരിക്കപ്പെടുന്നത്? ഈ 2020 എന്ന പാർട്ടി ഒരു സമാന്തര സർക്കാരായി, അല്ലെങ്കിൽ ഇവിടെ നിലവിലുള്ള ഒരു ഭരണ സംവിധാനത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമാന്തരമായ ഒരു ഭരണ സംവിധാനമായി മാറുകയായിരുന്നു. ഈ പറഞ്ഞ സൗജന്യങ്ങൾ നൽകിക്കൊണ്ട് നമുക്ക് ഒരുപക്ഷെ ആം ആദ്മി പാർട്ടിയുടെ ഒരു മോഡൽ എന്ന് തോന്നിക്കാവുന്ന രീതിയിൽ അത് വന്നു. പക്ഷേ ഇത് സൗജന്യം എന്നൊക്കെ പറഞ്ഞാൽ 1 രൂപയ്ക്ക് എന്നൊക്കെ പറഞ്ഞാൽ സാധനങ്ങൾ കൊടുക്കുന്ന രീതിയിൽ അങ്ങനെ വലിയ രീതിയിൽ ആളുകളെ തന്നെ അടുപ്പിക്കുന്നു. ആളുകൾക്ക് വലിയ ബഹുമാനവും ഇങ്ങനെ ഒരു സംവിധാനത്തോടുള്ള പ്രതീക്ഷയും നൽകി. കാരണം അവിടെ ആ സംവിധാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ പാവപ്പെട്ട സ്ത്രീകൾ കുറേ പേര് ഇവരുടെ ജീവനക്കാരായി വരുന്നുണ്ട്. അവർക്കൊക്കെ 25,000 മുതൽ വരെ ശമ്പളം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ശമ്പളം കിട്ടുന്നവർ കൂടിയാണ് ഇതിന്റെ ഭാഗമായി നിൽക്കുന്നത്, ഈ സംവിധാനത്തിൽ 2020യുടെ ഭാഗമായി നിൽക്കുക. അപ്പോൾ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘം, അതിൽ സ്ത്രീകളടക്കം ഉള്ളവരുണ്ട്. അവരെ സംബന്ധിച്ച് അവർക്കൊരു ജീവിക്കാൻ അവരുടെ ജീവിത നിലവാരം ഉയർത്തിയ ഒരു വ്യക്തി എന്ന നിലയ്ക്കാണ് അദ്ദേഹത്തിനൊപ്പം ചേർന്ന് നിന്നിരുന്നത്. ഇത് ഈ പറയുന്ന കിഴക്കമ്പലം കുന്നത്തുനാട് ബേസ് ചെയ്ത് വന്ന ഒരു സംവിധാനമാണ്. ആ സംവിധാനം നോക്കുമ്പോൾ ഈ പ്രദേശത്തിന്റെ പ്രത്യേകതകൾ കൂടി നമ്മൾ പരിശോധിച്ചു പോകേണ്ടതുണ്ട്. അവിടെ ഒരു ക്രിസ്ത്യൻ മെജോറിറ്റി പ്രദേശമാണ്. അത് യാക്കോബായ സഭയുടെ ആസ്ഥാനമുള്ള പുത്തൻകുരിശൊക്കെയുള്ള പ്രദേശം. യാക്കോബായ സഭാകാരൻ തന്നെയാണ് ഈ സാബു ജേക്കബ്. അതുകൊണ്ട് തന്നെ ഈ സഭയിലേക്കും ഒരു സ്വാധീനം ചെലുത്താൻ ഈ തരത്തിൽ 2020 ആയിട്ടുണ്ട്. അതാണ് ഇതുവരെയുള്ള ആ സംവിധാനത്തിൻ്റെ നിലനിൽപ്പിന് അടിസ്ഥാനമായിട്ടുള്ളത്. പിന്നെയുള്ളത് കുറച്ച് മൈനോറിറ്റി എന്ന് പറഞ്ഞാൽ കുറച്ച് മുസ്ലിം വിഭാഗങ്ങളും ചില മേഖലകൾ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. ഇവരെയൊക്കെ തന്നെയും സ്വാധീനിക്കാൻ ഒരു ഘട്ടം വരെയും 2020 കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഒരു UDF പ്രദേശമായിരുന്നു. UDF പ്രദേശത്ത് എന്ന് പറയുമ്പോൾ കോൺഗ്രസ് പ്രദേശമായിരുന്നു. കോൺഗ്രസിൽ നിന്നുള്ള വോട്ടുകളാണ് പൂർണ്ണമായും 2020യിലേക്ക് പോവുകയും വലിയ രീതിയിൽ കോൺഗ്രസിന് തിരിച്ചടി ഉണ്ടാക്കുകയും ചെയ്തത്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ചാൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ UDF ഒന്നാമത് വരുന്നു, 2020 രണ്ടാമത്, മൂന്നാമതേ LDF വരുന്നുള്ളൂ. ഇതാണ് അവിടുത്തെ ഒരു നില. അപ്പോൾ ഈ രൂപത്തിൽ പോവുകയായിരുന്നു. അവിടുത്തെ മതേതര ഹിന്ദുക്കളടക്കം അവിടുത്തെ നമുക്കറിയാം, നേരത്തെ അവിടെ ആരാണ്? TH മുസ്തഫയായിരുന്നു MLA. TH മുസ്തഫ 10-30 വർഷത്തോളം അവിടെ തുടർന്ന ഒരു MLA ആണ്. അവിടെ TH മുസ്തഫ നിൽക്കുമ്പോൾ അവിടെ ഈ പറയുന്ന ക്രിസ്ത്യൻ ഭൂരിപക്ഷം ഉണ്ടായിട്ടും അവരും മതേതര സ്വഭാവത്തോടു കൂടി അദ്ദേഹത്തിന് വോട്ട് ചെയ്തു എന്നുള്ളതാണ്. ആ നിലയ്ക്ക് ഒരു മതേതര സ്വഭാവം സൂക്ഷിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. പക്ഷേ ആ പ്രദേശത്ത് ഈ സൗജന്യങ്ങളുടെ വരവോടുകൂടി ഒരു പെട്ടെന്നൊരു ഒരു തകിടം മറയലുണ്ടായി. അതാണ് സാബു ജേക്കബിൻ്റെ വരവ്. അത് വലിയ രീതിയിൽ ഈ 2 മുന്നണികളെയും വിറപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. അതിനുശേഷം ഇപ്പോൾ സംഭവിച്ചത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ, ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വാഴക്കുളം, മഴുവന്നൂർ, കുന്നത്തുനാട്, പുത്തൻകുരിശ്, പുതൃക്ക, ഇതിൽ പുതൃക്ക മാത്രം ടോസിൽ, നേരത്തെ പറഞ്ഞതുപോലെ ടോസിൽ ഈ പറയുന്ന ഇവർക്ക് കിട്ടുന്നു, 2020ക്ക് കിട്ടുന്നു. കിഴക്കമ്പലവും ഐക്യനാടും തിരുവാണിയൂരും 2020ക്ക് കിട്ടുകയാണ്. അപ്പോൾ 2020ക്ക് കഴിഞ്ഞ തവണ കിട്ടിയതിൽ നിന്നും നഷ്ടം സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഇനി NDAക്ക് വലിയ വോട്ടില്ല. NDAക്ക് 8,000-ഓളം വോട്ടുകളെ അവിടെ ഉള്ളൂ. പക്ഷേ ഈ പറഞ്ഞ സാബു ജേക്കബിനുള്ള 40,000-ൽ പരം വോട്ടും ഈ NDAയുടെ വോട്ടും ചേർന്നാൽ ഒരു മാറ്റമുണ്ടാക്കാം എന്നാണ് NDA പ്രതീക്ഷിക്കുന്നതെന്ന് വേണം കരുതാം. ഇനി CPMന്റെ കഥ നോക്കിയാണ്. കുന്നത്തുനാട്ടിൽ 21 മെമ്പർമാരിൽ 1 മെമ്പർ മാത്രമേ CPMനുള്ളൂ. വാഴക്കുളത്ത് 24 മെമ്പറിൽ 4 മെമ്പർമാരെ CPMനുള്ളൂ. മഴുവന്നൂരിലത് 21-ൽ 5 പുതൃക്കയിൽ 16-ൽ 2 തിരുവാണിയൂരിൽ വോട്ടുണ്ട്, പക്ഷേ മെമ്പർമാരുടെ എണ്ണം വെറും 5. പുത്തൻകുരിശിലാണ് കുറച്ചുകൂടി അംഗങ്ങളുള്ള 8 പേർ. ഇതാണ് CPMന്റെ നില. ഇവിടെയാണ് ഇപ്പോൾ സാബു ജേക്കബ് ഈ പറയുന്ന ക്രിസ്ത്യൻ വോട്ടും ഈ പറയുന്ന മുസ്ലിം വോട്ടും ഒക്കെ ശേഖരിച്ചു കൊണ്ടുവന്ന ഒരു മാറ്റം, അത് NDAയിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ ഒരുപാട് പ്രവർത്തകർ അതിൽ നിന്നും പിൻവാങ്ങിയിട്ടുണ്ട്. അവിടെ നിന്ന് പോയി, അതായത് കോൺഗ്രസിൽ നിന്ന് പോയവർ തിരിച്ചു കോൺഗ്രസിലേക്ക് പോയിട്ടുണ്ട്. അത് മിക്കവാറും മുസ്ലിം ന്യൂനപക്ഷത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ NDA വിരുദ്ധമായൊരു നിലപാട് അവിടെ ആ ഒരു മണ്ഡലത്തിലുണ്ടാകുമ്പോൾ അത് തിരിച്ചു തന്നെ UDFിലേക്ക് പോകുന്നതിൻ്റെ ആത്മവിശ്വാസം കോൺഗ്രസ് ഇപ്പോൾ പ്രകടിപ്പിക്കുന്നുണ്ട്. LDFിനെ സംബന്ധിച്ചും ആശ്വാസമാണ്. ഇപ്പോൾ ഈ NDAയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതുവരെ സാബു ജേക്കബിന് അവിടെ ഉണ്ടായിരുന്ന ഒരു സംവിധാനം ഇത് നിലനിർത്താൻ പറ്റില്ല. അപ്പോൾ സാബു ജേക്കബിനെ സംബന്ധിച്ച് 2020 എന്ന രാഷ്ട്രീയ സംവിധാനം നിലനിർത്തുകയാണോ അതോ അദ്ദേഹത്തിന് ബിസിനസ് സാമ്രാജ്യം നിലനിർത്തുകയാണോ എന്ന ചോദ്യം വരുമ്പോൾ ബിസിനസ് സാമ്രാജ്യമാണ് ഒന്നാമത് നിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ EDയുടെ നോട്ടീസ് കിട്ടിയപ്പോഴേക്കും, 1 തവണയല്ല 3 തവണ നോട്ടീസ് കിട്ടിയെന്നുള്ളതാണ്. 3 തവണയും അദ്ദേഹം ഹാജരായിട്ടില്ല. അപ്പോൾ ഹാജരായിട്ടില്ല, തനിക്ക് നോട്ടീസ് കിട്ടിയെന്ന കാര്യം അദ്ദേഹം പറയുമ്പോഴും ഇങ്ങനെ ക്ഷോഭത്തോടെ പ്രതികരിക്കേണ്ട കാര്യമില്ല. ED വരാൻ മാത്രം കുഴപ്പങ്ങൾ ചെയ്തു എന്ന് നമ്മൾ കണ്ടെത്തിയിട്ടില്ല. അത് ഇനി ED കണ്ടെത്തുമോ, എനിക്ക് ED ഇവിടെ വെച്ച് ഫുൾ സ്റ്റോപ്പ് ഇടുമോ എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ ഏറ്റവും കൗതുകരമായ കാര്യം. ED നോട്ടീസ് കൊടുത്താൽ ഇനി പഴങ്കഥയാവുകയും അദ്ദേഹം ഇന്ത്യയുടെ ഭാഗമായി നമ്മൾ കണ്ടതാണല്ലോ. മോദി വന്നപ്പോൾ മുൻനിരയിൽ മോദിക്കൊപ്പം ഉണ്ടായിരുന്നു, മോദി ചേർത്ത് പിടിക്കുന്നുണ്ടായിരുന്നു. ആ രൂപത്തിലേക്ക്, ആ രാഷ്ട്രീയ സഖ്യത്തിലേക്ക് വരാനുണ്ടായ കാരണം പേടിച്ചിട്ടാണോ എന്നുള്ളതാണ് ചോദ്യം. അത് നമ്മുടെ മുന്നിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഹിമന്ത ബിശ്വാസൊക്കെ ഇപ്പോൾ അസമിൽ നടത്തുന്ന പ്രതികരണം, ഏറ്റവും വർഗീയമായ പ്രസംഗങ്ങൾ നടത്തുന്ന BJPയുടെ ഏറ്റവും നാവായി മാറിയിരിക്കുന്ന ഹിമന്ത ആദ്യം ആരായിരുന്നു? കോൺഗ്രസ് ആയിരുന്നു.
ആ, ആ, പിന്നെ അജിത് പവാറിൻ്റെ അടക്കമുള്ള ഉദാഹരണങ്ങൾ, ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ആ ഉദാഹരണങ്ങളൊക്കെ അവിടെ നിൽക്കുന്നു. അജിത് പവാർ ഉപമുഖ്യമന്ത്രിയായിരുന്നു മഹാരാഷ്ട്രയിലെ. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ അജിത് പവാറിനെതിരെ ഈ EW കേസെടുത്തിരിക്കുന്നു. പിന്നാലെ EDയും നടപടി തുടങ്ങി. 2019 NCP പുലർത്തിക്കൊണ്ട് അദ്ദേഹം NDAയിൽ ചേർന്നത്. പിന്നീട് കേസുമില്ല, ഒരു പരിശോധനയുമില്ല, എല്ലാം അവസാനിക്കുന്നു. സുവേന്ദു അധികാരിയും ബംഗാളിലെ പ്രതിപക്ഷ നേതാവാണ്. നാർദ സ്റ്റിംഗ് ഓപ്പറേഷൻ കേസിൽ 11 തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം പ്രതിയായിരുന്നു സുവേന്ദു അധികാരി. അദ്ദേഹവും BJPയിലേക്ക് പോയി. അതിനുശേഷം കുറ്റപത്രത്തിൽ നിന്ന് സുവേന്ദുവിൻ്റെ പേര് ഒഴിവാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പ്രഫുൽ പട്ടേലുണ്ട്. അദ്ദേഹം NCPയുടെ രാജ്യസഭാ MP ആയിരുന്നു. കേന്ദ്ര സിവിൽ ഏവിയേഷൻ മന്ത്രിയായിരിക്കുകയാണ്. എയർ ഇന്ത്യ 111 വിമാനങ്ങൾ വാങ്ങിയതിലും ഇന്ത്യൻ എയർലൈൻസ് ലയനത്തിലും അഴിമതി നടന്നു ആരോപിച്ച CBIയും EDയും അന്വേഷണം ആരംഭിച്ചത്. പിന്നീട് മുന്നണിയുടെ ഭാഗമായതിന് പിന്നാലെ ഈ കേസുകൾ മരവിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ കേസുകൾ മരവിപ്പിച്ച ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതോടുകൂടി തന്നെ ഇപ്പോൾ ഈ പറയുന്ന EDയുടെ അന്വേഷണവും ഈ നോട്ടീസ് മേലുള്ള നടപടിയും ഇവിടെ അവസാനിക്കുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ആ ചോദ്യത്തിന് കൃത്യമായ മറുപടി പറയാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. അത് നമ്മുടെ മുന്നിൽ ഒരു ചോദ്യമായി അവിടെ നിൽക്കുക തന്നെ ചെയ്യും. പക്ഷേ രാഷ്ട്രീയമായി അദ്ദേഹത്തിന് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു തീരുമാനമാണ് അദ്ദേഹം എന്തായാലും ഇപ്പോൾ എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ഈ CPMന്റെ കയ്യിൽ നിന്നും ഒരു സീറ്റ് പിടിച്ചെടുക്കുന്നു. LDFും UDFും ഒരുമിച്ച് ഈ പാർട്ടിക്കെതിരെ നിലകൊള്ളുന്നു. അതുകൊണ്ട് BJP അങ്ങനെ ഒരു വാദമുണ്ട്. അങ്ങനെ ആയിക്കൂടെ? അങ്ങനെ ആവില്ലല്ലോ. വോട്ടർമാരുടെ സ്വഭാവം, വോട്ടർമാർ എങ്ങനെ നിൽക്കുന്നു എന്നുള്ളതാണല്ലോ പ്രധാനം. വോട്ടർമാർ ഇതുവരെ പ്രകടിപ്പിച്ച രീതികളാണ് നമ്മുടെ മുന്നിലുള്ളത്. അതിനി പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം, ഇപ്പം പറഞ്ഞ ഈ ശമ്പളത്തിൽ നിൽക്കുന്ന കുറച്ച് പേരുണ്ടെന്ന് പറഞ്ഞല്ലോ, അവരൊരു പക്ഷേ മനസ്സ് അപ്പുറത്തായിട്ടുണ്ടെങ്കിൽ പോലും നിൽക്കേണ്ട ഒരു അവസ്ഥ, അതായത് ഈ ഇത്രയും പണം നിൽക്കുന്നു എന്നുള്ളൊരു അവസ്ഥയിൽ ചിലപ്പോൾ നിൽക്കുമായിരിക്കും. അതല്ലാതെ വോട്ടർമാരിലൊക്കെ ഒരു ഇളക്കമുണ്ട്, അല്ലെങ്കിൽ അണികളായി നിന്നവർക്ക് ഇളക്കമുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായ ബോധ്യം. കുറേ പേരെങ്കിലും അങ്ങോട്ട് പോയി എന്നുള്ള വാർത്തയും നമ്മൾ നൽകുന്നുണ്ട്. ഇനി അതിൻ്റെ ഒഴുക്ക് കൂടുമോ, അത് ഇവിടെ നിൽക്കാനുള്ള മറ്റെന്തെങ്കിലും തന്ത്രങ്ങളിലേക്ക് അദ്ദേഹം പോകുമോ എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ നോക്കാം. Meet the editors.